ഞാൻ ഇന്നലെ ഇറങ്ങി വന്നപ്പോ ഇവിടെ ഒരു ബഹളം കേട്ടല്ലോ. അതെന്തുവാ, ഞാൻ വന്ന പിന്നെ ആശുപത്രി കൊണ്ടുപോയി എന്നറിഞ്ഞു. ചകയ്ക്കേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നു? ലോക്യത്തിലായി ഇത് കെട്ടിച്ചു കൊടുത്താൽ പോരായിരുന്നു. ഇന്നലെ ഇവിടെ എന്തുവാ ശരിക്കും സംഭവിച്ചത്? എന്റെ ഉമ്മാക്ക് ഭ്രാന്ത് പിടിച്ച കേൾവിക്കാർക്ക് എന്തുവാ, നിങ്ങൾക്കെല്ലാം എന്താണ് സംഭവിച്ചതെന്ന് അറിയണം, അത്രയല്ലേ ഉള്ളൂ. അവളെന്നും ഈ ജനലിലേക്ക് അരികിലിരുന്നാണ് പഠിക്കാറുള്ളത്. പക്ഷെ എന്നെ പ്രതീക്ഷിച്ച് തന്നെയാണെന്ന് കണ്ടോ. ഞാൻ ഒരു കത്തുമായി അവൾക്ക് കൊടുക്കാൻ ഈ ജനലിലേക്ക് അരിയിലേക്ക് കൈ അങ്ങോട്ട് നീട്ടി. അയ്യോ, കൊമ്പം മീശക്കാരനും കാലമാടനും ഒരു 300 കിലോ തൂക്കമുള്ളതുമായ ഒരു അവളുടെ തന്തയായിരിക്കും എന്റെ കൈ തിരിച്ചൊടിച്ച് ഈ പരുവത്തിലാക്കി. അത് അവളുടെ അപ്പനായിരുന്നു. എന്നെ നോട്ടമിട്ട് കുറെ നാളുകൊണ്ടിരിക്കുമായിരുന്നെന്ന് പറയുന്നത് കേട്ടു. എന്തായാലും ആശുപത്രിയിൽ ചെന്നു. അവരും കഴിയുന്നത്ര എന്റെ കൈ നോവിച്ചു വിട്ടു. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. അവൾ മനഃപൂർവ്വമൊന്നുമല്ല. പക്ഷേ അവളുടെ അപ്പൻ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ല. അയ്യോ 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 വേദനയുണ്ട്, 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 വേദനയുണ്ട്. കാലമാടൻ ഇങ്ങനെ ചെയ്യുന്ന കഴിയുകയല്ല. അവളെന്ത് ചെയ്ത് എനിക്കറിഞ്ഞൂടാ. അവിടെ കാണാൻ പാത്തിട്ടും ഇരിക്കുന്നതായിരിക്കും. അയ്യോ, ആ കാലമാടൻ, ആ കൊമ്പമീശക്കാരൻ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചോ ഒരു 400 കിലോ തടി കൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കാൻ നിൽക്കും. എന്റെ കൈ ആ ജനലിന് അരികിലിട്ട് പിരിച്ച് ഒടിക്കുമായിരുന്നു. അയ്യോ, എനിക്കുണ്ടായ വേദനയും വിഷമവും എനിക്കെന്തേ അറിയാവും. ഡോക്ടറും അതേ ചെയ്തോളൂ. എന്തായാലും ഇത് ഒരു വലിയ ഘട്ടത്തിലാണല്ലോ. ഇങ്ങനെയുണ്ടോ? പെണ്ണുങ്ങൾക്ക് എന്തു ആവാം, നമുക്ക് ആണുങ്ങൾക്ക് ഒന്നും പാടില്ല. എന്തോ ചെയ്യുമെന്ന് പറ. എന്റെ കൈയും പോയി, കാലിനും വയ്യായ്മയുണ്ട്. ഓക്കെ, ഞാനിവിടെ കുറച്ചുനേരം ഒന്ന് ഇരിക്കാം. അയ്യോ അയ്യോ അയ്യോ.